CBSE ഹിന്ദി ബിയുടെ ബഡേ ഭായ് സാഹബ് പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, छोटे भाई ने अपनी पढ़ाई का टाइम टेबल बनाते समय क्या क्या सोच और फिर उसका पालन क्यों नहीं कर पाया. ടൈം ടേബിൾ ഉണ്ടാക്കി, പക്ഷേങ്കിൽ അന്നേരം ടൈം ടേബിൾ അത് പാലിക്കാൻ അവന് സാധിച്ചുമില്ല. കാരണം छोटे भाई ने प्रातः 4 बजे से 9 बजे तक 3 विषय पढ़ने के लिए रखे तथा स्कूल से लौटकर आधा घंटा विश्राम और रात 11 बजे तक अन्य विषय पढ़ने का टाइम टेबल बनाया. इसमें केवल आधा घंटा घूमने का रखा. बाहर मैदान की हरियाली, हवा के झोंके और खेल की उछल कूद, भाग दौड़ उसे मैदान में खींच ले जाती और टाइम टेबल का पालन नहीं हो पाता था. छोटे भाई 6 മണിക്ക് തന്നെ 6 മണി മുതൽ 9 മണി വരെ 3 വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിളൊക്കെ ഇട്ടു. എന്നാൽ അതേപോലെ സ്കൂളിൽ തിരിച്ച് വന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും രാത്രി 11 വരെ പഠിക്കാനായിട്ടും പിന്നെ ബാക്കി വിഷയങ്ങൾ പഠിക്കാനൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കി. പക്ഷേ ഇസ്മേ കേവൽ അരമണിക്കൂർ മാത്രമേ കറങ്ങാൻ പോകുന്നുള്ളൂ. ബാഹർ എന്നാൽ വെളിയിലുള്ള പച്ചപ്പും മൈതാനവും നല്ല തണുത്ത കാറ്റും പിന്നെ ഈ കളിക്കുന്ന പിള്ളേരുടെ ബഹളവും ഓട്ടോ ചാട്ടവും ഒക്കെ കണ്ടപ്പോഴത്തേനും അവനെ വീണ്ടും മൈതാനത്തിലേക്ക് ചോട്ടാഭായിയെ അങ്ങോട്ടേക്ക് അവൻ്റെ ആ കാലുകൾ അറിയാതെ ചലിച്ചും പോയി. അങ്ങനെ അവന് ടൈം ടേബിൾ പാലിക്കാനും കഴിഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ, एक दिन जब गुल्ली डंडा खेलने के बाद छोटा भाई बड़े भाई साहब के सामने पहुंचा तो उनकी क्या प्रतिक्रिया हुई. कई दिनों तक डांड न पड़ने से छोटा भाई गुल्ली डंडा खेलने लगा तो बड़े भाई ने क्रोधित होकर उसे लताड़ा की. अव्वल आने पर उसे घमंड हो गया है, लेकिन घमंड तो रावण तक का भी नहीं रहा था. अभिमान का अंत विनाश ही होता है. അപ്പം കുറേ ദിവസം നമ്മുടെ ബഡേ ഭായി അനിയനെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല. ആ ഒരു ബലത്തിൽ അനിയൻ ചോട്ടെ ഭായി എന്നെ എടുത്തു കളിക്കാനായിട്ട് പോയി. എന്നാൽ അവിടുന്ന് കളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ ബഡേ ഭായി നല്ല ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഫസ്റ്റ് ആയെന്നും പറഞ്ഞു ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നീ ഫസ്റ്റ് ആയെന്നും പറഞ്ഞൊന്ന് അഹങ്കരിക്കുമൊന്നും വേണ്ട. അഹങ്കാരം ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്നു രാവണൻ. അത്രയും വലിയ ശക്തനും കൂടെ ആയിരുന്നു രാവണൻ. എന്നിട്ട് പോലും രാവണൻ ആ അഹങ്കാരം കൊണ്ട് അവൻ നശിച്ചു പോകും. അതേപോലെ അഹങ്കാരത്തിൻ്റെ അവസാനം നാശമായിരിക്കും എന്ന് അനിയനെ ഓർമ്മിപ്പിക്കുന്നു. ബഡേ ഭായ് സാബ്ക്കു അപ്പനെ മൻകി ഇച്ഛായും ക്യോം ദബാനി പട്ടി തീ. തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ബഡേ ഭായ് അടക്കിപ്പിടിച്ചത്. बड़े भाई साहब भले ही बड़े हों, लेकिन यह उनका भी लड़कपन ही था. वे भी खेलना कूदना पतंग उड़ाना चाहते थे, लेकिन आदर्श बड़े भाई बनने के चक्कर में वे खेल कूद नहीं पाते थे. उन्हें लगता था कि यदि वह सही राह पर नहीं चलेंगे तो छोटे को ठीक कैसे रख पाएंगे. बड़े भाई മൂത്തതായതുകൊണ്ട് അവന് ആ ഒരു ബാല്യം അവൻ ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല അനിയനുള്ളതുകൊണ്ട് അനിയൻ്റെയും കൂടെ ഉത്തരവാദിത്വം അനിയൻ്റെ കാര്യം അവന് നേർവഴി കാണിക്കണം എന്നുള്ള ചിന്തയും കൊണ്ട് ബഡേ ഭായ് തൻ്റെ ഇഷ്ടപ്പെട്ട കളിക്കാനും ചാടാനും മറിയാനും പട്ടം പറത്താനും ഒക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ചേട്ടനായതിൻ്റെ ഒരു ആദർശം ആ ഒരു പരിവേഷം ഉള്ളതുകൊണ്ട് അവന് തൻ്റെ ബാല്യകാലം ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ബഡേ ഭായ് സാഹബ് ചോട്ടെ ഭായിക്കോ ക്യാ സലാഹ് ദേത്തേ ഥേ അവർ ക്യോ. എന്തുപദേശമാണ് നൽകിയത്, എന്തുകൊണ്ട്. ബഡേ ഭായ് സാഹബ് ചോട്ടെ ഭായിക്കോ सदा परिश्रम करने की सलाह देते थे. वह कहते थे कि यूं गुल्ली डंडा, क्रिकेट, फुटबॉल तथा भाग दौड़ में समय बर्बाद करना ठीक नहीं है. इस तरह अपनी इच्छाओं पर काबू न रखना गलत है. इस तरह से पढ़ाई में कभी भी पास नहीं हो सकते.
यो दादा की मेहनत की कमाई गंवाना ठीक नहीं। बड़ा भाई सदा मेहनत की सलाह देता था क्योंकि उसे लगता था कि छोटे पर नजर रखना और उसे ठीक राह दिखाना उसका कर्तव्य है. ബഡേ ഭായ് എപ്പോഴും അവനെ ഉപദേശിക്കും, പരിശ്രമിക്കണം, വർക്കാടിച്ച് വേണമെന്നും പറഞ്ഞുള്ള കാര്യം. എന്നിട്ട് പറയും, നീ ക്രിക്കറ്റും ഒക്കെ കളിച്ച് നടന്നാൽ, ഫുട്ബോളും മറ്റുമൊക്കെ കളിച്ച് നടന്നാൽ, ഗോളിയൊക്കെ കളിച്ച് നടന്നാൽ, അതേപോലെ ഓടി മറിഞ്ഞ് നടന്നാലൊന്നും ഇങ്ങനെ സമയം വെറുതെ കളയുന്നത് ശരിയല്ല. ഇതേപോലെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ, നമ്മുടെ നിലയ്ക്ക് നിർത്താനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. ഈ തരഹ് ഇതേപോലെ പടായി എപ്പോഴും അങ്ങനെ അങ്ങ് ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ദാദാ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ബഡേ ഭായി എപ്പോഴും പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടാണ് വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നീയും നല്ലവണ്ണം പരിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് നേർവഴി അനിയനെ ഉപദേശിച്ചു കൊടുക്കുന്നു. छोटे भाई ने बड़े भाई साहब के नरम व्यवहार का क्या फ़ायदा उठाया? लेखक ने बड़े भाई साहब के नरम व्यवहार का फ़ायदा उठाया. उसे पतंग उड़ाने का नया शौक पैदा हो गया. सारा समय पतंगबाजी में जाता. मांझा बांधना, कन्ने बांधना, पतंगबाजी की तैयारियों में ही समय लगता था. लेखक को लगने लगा कि वह पढ़े या न पढ़े पर वह पास तो हो ही जाएगा. അപ്പോൾ ലേഖകൻ ബഡേ ഭായ് സാഹുവിൻ്റെ ആ ഒരു ആദ്യത്തെ ആ ഒരു ചേട്ടൻ ഭാവം മാറ്റി ഒരു നർമ്മഭാവത്തിലേക്ക് ആക്കിയപ്പോഴത്തേക്കിനും അത് നല്ലവണ്ണം അനിയൻ പ്രയോജനപ്പെടുത്തി. അവന് പുതിയൊരു ആഗ്രഹം കൂടി, പുതിയൊരു കളിയും കൂടെ വന്നു, പട്ടം പറപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നൂല് കെട്ടാനും അത് ഒട്ടിക്കാനും വലിച്ചു കെട്ടാനും എല്ലാം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം അവൻ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ഒരു തോന്നലും കൂടെ തോന്നി, ഞാൻ പഠിച്ചില്ലെങ്കിലും ഒന്നാമനായിട്ട് പാസ്സാകുമെന്നൊരു തോന്നലും കൂടി ചോട്ടെ ഭായിക്ക് തോന്നി. അതുകൊണ്ടാണ് അവന് ആ കളിയിലങ്ങ് ഉറച്ചു നിന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്